Integral of some particular integral. Integral dx by x square minus a square 1 by 2a log x minus a by x plus a. X minus a ആണ് ന്യൂമറേറ്റർ വരുന്നത് x plus a. അടുത്ത ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അത് സൈൻ ഇൻവേഴ്സ് ഇനിക്കലുണ്ട്. സോറി ഡി എക്സ് ബൈ റൂട്ടില്ല എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 1 ബൈ 2a ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട്, കാരണം ലോഗ് പോസിറ്റീവ് വാല്യൂവിന് മാത്രമേ എന്തുള്ളൂ ഡിഫൈൻഡ് ഉള്ളൂ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അഞ്ചാമത്തെ നോക്കുക, അതിൻ്റെ പാറ്റേൺ സൈൻ ഇൻവേഴ്സിന് സെയിം ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. Fourth one, integral dx by root of x square minus a square equal to log x plus root of x square minus a square plus c. Sixth one, integral dx by x square plus a square equal to log x plus root of x square plus a square plus c. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ്. ഓക്കെ, 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ 1 ബൈ എക്സ് മൈനസ് എ ടൈംസ് എക്സ് പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് പ്ലസ് എ എന്ന് എഴുതണം. എന്നിട്ട് എയുടെയും ബിയുടെയും കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ എക്സ്പ്രഷൻ ഒരു എക്സ് പ്ലസ് എ ടൈംസ് എക്സ് മൈനസ് എച്ച് മൾട്ടിപ്ലൈ. സോ 1 ഈസ് ഈക്വൽ ടു എ ടൈംസ് എക്സ് പ്ലസ് എ പ്ലസ് ബി ടൈംസ് എക്സ് മൈനസ് എ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷനെയും നമ്മൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? ലെഫ്റ്റ് സൈഡിനെ റൈറ്റ് സൈഡിനെ നമ്മൾ എക്സ് മൈനസ് എ ടൈംസ് എക്സ് പ്ലസ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴേ നമുക്ക് 1 ഈക്വൽ ടു എന്നുള്ള രീതിയിൽ കിട്ടുകയുള്ളൂ. എക്സ് മൈനസ് എ ടൈംസ് എക്സ് പ്ലസ് എ. അപ്പോൾ ഈ ഒരു ടൈം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് 1 കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, കാരണം ആ പുറത്തെ ഗ്രീൻ്റെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ എക്സ് പ്ലസ് എ മാത്രമേ റിമെയിൻ സെയിം ഉള്ളൂ. ഈ എക്സ് പ്ലസ് എ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം പിന്നെ ഏതാണ് എക്സ് മൈനസ് എ മാത്രമേ റിമെയിൻ ആവുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു രീതി നമുക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് മെത്തേഡ്. അപ്പം ഇങ്ങനെയുള്ള എയും ബിയും എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുട്ട് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എ എന്ന് എടുത്ത് വെത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ഈക്വൽ ടു 2a ടൈംസ് ക്യാപിറ്റൽ എ പ്ലസ് 0 എന്ന് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ക്യാപിറ്റൽ എ 1 ബൈ 2a എന്ന് കിട്ടും. സിമിലർലി പുട്ട് എക്സ് ഈക്വൽ ടു മൈനസ് എ. എന്തുകൊണ്ടാണ് പുട്ട് ആദ്യമേ എക്സ് ഈക്വൽ ടു എ എന്ന് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിനെ എന്താക്കാൻ വേണ്ടി, 0 ആക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് എ എന്ന് കൊടുത്തത്. അടുത്ത സെക്കൻഡ് റൗണ്ടിൽ എത്രയായിരിക്കും? എക്ക് വാല്യൂ മൈനസ് എ. എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി മൈനസ് എ എന്ന് കൊടുത്തത്? എനിക്ക് ഈ ഒരു ടൈമിനെ 0 ആക്കണം. അതുകൊണ്ട് 1 ഈസ് ഈക്വൽ ടു എ ടൈം 0 മൈനസ് 2ab. സോ ബിക്ക് വരെ എത്ര കിട്ടി? മൈനസ് 1 ബൈ 2a. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു കോയിഫിഷ്യൻ്റ് നോക്കണം, 1 ബൈ 2a മൈനസ് 1 ബൈ 2a എന്നുള്ള രീതി നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത്. 1 ബൈ 2a മൈനസ് 1 ബൈ 2a. ഇത് ഓർത്തിരിക്കുന്നില്ലാത്തവർ എന്ത് ചെയ്യണം, 1ന് പകരം എക്സ് പ്ലസ് എ മൈനസ് എക്സ് മൈനസ് എന്ന് എഴുതി എക്സും കട്ട് ചെയ്ത് പോകും. എ മൈനസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? കാരണം എക്സും കട്ട് ചെയ്ത് പോകും. എ മൈനസ് മൈനസ് എ 2a ആകും. ഈ 2a കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ടൈമിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തത് എന്നിട്ട് എന്ത് ചെയ്യും, എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ ടൈംസ് എക്സ് പ്ലസ് എ ചെയ്തു. എക്സ് പ്ലസ് എ കട്ട് ചെയ്ത് 1 ബൈ എക്സ് മൈനസ് എ ആയി. മൈനസ് എക്സ് മൈനസ് എ ബൈ എക്സ് മൈനസ് എ ടൈംസ് എക്സ് പ്ലസ് എ എഴുതും. എക്സ് മൈനസും കൂടെ കട്ട് ചെയ്ത് മൈനസ് 1 ബൈ എക്സ് പ്ലസ് എ. ഇത് രണ്ടും ഒരേ രീതിയിലാണ് നമുക്ക് എക്സ്പാൻഷൻ കിട്ടുന്നത്. സോ അത് 1 ബൈ 2a ടൈം 1 ബൈ എക്സ് മൈനസ് എ മൈനസ് 1 ബൈ എക്സ് പ്ലസ് എ എന്ന് കിട്ടി. സോ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 ബൈ 2a ടൈംസ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് മൈനസ് എ മൈനസ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് എ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഈ ഒരു പ്രോബ്ലത്തിൽ യുവിൻ്റെ വാല്യൂ എത്ര കിട്ടും? എക്സ് മൈനസ് എ കിട്ടും. ഈ ഒരു പ്രോബ്ലത്തിൽ യുവിൻ്റെ വാല്യൂ എത്ര കിട്ടും? എക്സ് പ്ലസ് എ കിട്ടും. അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യുക, ബൈ യു സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് ചെയ്യുക. സോ ഇത് ലോഗ് എക്സ് മൈനസ് എ കിട്ടും, മൈനസ് ലോഗ് എക്സ് പ്ലസ് എ കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ബൈ 2a ലോഗ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ എന്നുള്ളൊരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇന്റഗ്രൽ 1 ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. 1 ബൈ 2a എന്ന് എഴുതി. എ പ്ലസ് എക്സ് പ്ലസ് എ മൈനസ് എക്സ് എന്ന് എഴുതി. കാരണം എക്സും മൈനസ് എക്സും കൂടെ കട്ട് ചെയ്ത് പോകും. എയും കൂടെ ചേർന്ന് 2a വരും. ആ 2a കൂടെ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. കറക്റ്റാണ്. ഇവിടെ എത്ര കിട്ടും? 2a കിട്ടും. ആ 2a കൂടെ നമ്മൾ അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി എന്ത് ചെയ്യും, എ പ്ലസ് എക്സും കൂടെ കട്ട് ചെയ്ത് പോകും. ഇവിടെ എ മൈനസ് എക്സും കൂടെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ 1 ബൈ എ മൈനസ് എക്സും ഇവിടെ 1 ബൈ എ പ്ലസ് എക്സും മാത്രം റിമെയിൻ ചെയ്യുന്നത്. കാരണം ഇതിനെ നമ്മൾ എ പ്ലസ് എക്സ് ബൈ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാണ്, എ പ്ലസ് എക്സ് ടൈംസ് എ മൈനസ് എക്സ്.
എ പ്ലസ് എക്സ് കട്ട് ചെയ്ത് പോയി പ്ലസ് എ മൈനസ് എക്സ് ബൈ എ പ്ലസ് എക്സ് ടൈംസ് എ മൈനസ് എക്സ്. എ മൈനസ് എക്സ് കട്ട് ചെയ്ത് പോയി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 1/2 ടൈം ഡി എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് ഡി എക്സ് ബൈ എ പ്ലസ് എക്സ്. ഒരു ടൈം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇവിടെ u ഈസ് ഈക്വൽ ടു എ പ്ലസ് എക്സ്. സോ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 1. സോ ഡി യു ഈക്വൽ ടു ഡി എക്സ്. എൻ്റെ പ്രോബ്ലം എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ ഡി യു ബൈ യു എൽ എൻ യു which is equal to ln a plus x ആണ് ഇവിടെ ln a plus x ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ln കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് log to the base e ആണ് ln കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ത് വരും? മൈനസ് ലോഗ് എ മൈനസ് എക്സ് വരും. അതിനെ റീഅറേഞ്ച് കഴിഞ്ഞാൽ മൈനസ് ടൈം ഡിനോമിനേറ്റർ വരും. അതുകൊണ്ടാണ് 1/2 ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എക്സിന് വരും എ ടാൻ തീറ്റ എന്നിട്ട് കൊടുക്കുക. ഡി എക്സ് എന്തായിട്ട് മാറും? എ ടൈം സി സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. സോ ഡി എക്സിന് എ സി സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. ഡിനോമിനേറ്റർ എ സ്ക്വയർ ടൈംസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പം ഈ ഒരു ടൈം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എ ടൈംസ് സി സ്ക്വയർ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ടൈംസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നുള്ളൊരു ടൈം വരും. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സി സ്ക്വയർ തീറ്റയാണ്. അത് തമ്മിൽ എന്താകും? കട്ട് ചെയ്ത് പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ഏതാണ്? എയും എയും കൂടെ കട്ട് ചെയ്ത് പോകും. ഒരു 1/a റിമൈൻ വരും. 1/a ടൈം ഡി തീറ്റ 1/a തീറ്റ വരും. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. എക്സ് ബൈ എ ഈക്വൽ ടു ടാൻ തീറ്റ. സോ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത്.